ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വ്ളോഗായിട്ട് ചെയ്തിട്ട് അപ്പോൾ മോന് ബർത്ത്ഡേക്ക് ഒന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ കുറേ ആയി എന്നോട് ആർസി കാരണം പറയുന്നത്. അപ്പോൾ ഇന്നത് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കൽപ്പറ്റ നെസ്റ്റോയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ ഞാനൊരു കളറിൽ സെലക്ട് ചെയ്തു, പക്ഷേ അതിലൊന്നും ചാർജ് ഇല്ല. അപ്പോൾ വീണ്ടും പിന്നെ എന്താ പറയുക, ടെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാർജുള്ള ഒരു വണ്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഒരു ലൈറ്റ് ഗോൾഡ് കളർ. ഞാൻ അത് ടെസ്റ്റ് ചെയ്ത് ഓക്കെയാണ്. അപ്പോൾ ചെക്കിംഗ് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇതിന് മുമ്പ് ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതിന് പകരമാണ് ഇത് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത് അവന്. അപ്പോൾ ഒക്കെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ അവനൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങിച്ചു, കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എപ്പോഴും അവനെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരാറ്. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. അവനുണ്ടെങ്കിൽ അവനാണ് ഈ ട്രോളിയൊക്കെ തള്ളി നടക്കുക. മാത്രമല്ല ഇവിടെ നിന്നൊക്കെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് നോക്കി നമുക്ക് ഫുള്ളായിട്ട് പോകാം. അങ്ങനെ ബില്ലിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കാണ് നല്ല വിശപ്പുണ്ട്, എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നത്. 12 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയി. അപ്പോൾ അവൻ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ അപ്പോൾ വായിക്കുന്ന സമയത്ത് മുറത്തിന് വലിയ തെളിവൊന്നുമില്ല. അങ്ങനെ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയി, കാരണം നല്ല കരച്ചിലായിട്ട് വന്ന പാടില്ല. കുറച്ച് കോളേജിന് ശേഷം കൊടുക്കുകയാണ്. കണ്ണട സെറ്റ് ഇരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ അത് എടുത്ത് കൊടുക്കുക.